ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പിപ്സ് അതേപോലെ ലോട്ട് സൈസ്, ഈ രണ്ട് കാര്യങ്ങളാണ്. റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ സിമ്പിളായിട്ടുള്ള വേയിൽ എങ്ങനെയാണ് പിപ്സ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നമ്മളുള്ളത് യൂറോ USDൻ്റെ ചാർട്ടാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ പ്രൈസ്. ഓക്കെ, നമുക്ക് ഈ പ്രൈസ് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി എഴുതാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 1.07010 ഇങ്ങനെ ഒരു പ്രൈസ് എടുക്കാം. മൊത്തത്തിൽ 6 നമ്പേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ പിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 100 രൂപയുടെ ഒരു ഷെയർ പ്രൈസ് 101 രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയും. പക്ഷേ നമ്മൾ ഈ കറൻസി പേഴ്സിൻ്റെ ഇത് എടുക്കലാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഏത് നമ്പർ മാറുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, ഒരു പോയിന്റ് മാറാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിപ്പ് യൂസ് ചെയ്യുന്നത്. പിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പോയിന്റ്സ് മൂവ്മെന്റ് വരുന്നത് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പറാണ് പിപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇതിൽ 4ാമതായിട്ട് വരുന്ന നമ്പറാണ് പിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് 1, 2, 3, 4 ഈ പോയിന്റിന് ശേഷം 4ാമതായിട്ട് വരുന്ന നമ്പർ ആയിരിക്കും പിപ്പ് എന്ന് പറയുന്നത്. 5ാമതായിട്ട് വരുന്നതാണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. അതായത് പിപ്പിനെക്കാട്ടി ചെറുതാണ് പിപ്പറ്റ്. ഈ പൂജ്യമുള്ള ഈ 1, 2, 3 അങ്ങനെ 10 വരെ ആയി കഴിയുമ്പോൾ ഒരു പിപ്പ് ചേഞ്ച് വരും. ഇവിടെ ഓരോ പിപ്പ് ഇപ്പോൾ 1, 2, 3 ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോ പോയിന്റ് മാറ്റാണ് വരിക. ഇപ്പം എക്സാമ്പിളായിട്ട് ഇവിടെ 2 അപ്പോൾ ഒരു പിപ്പ് മൂവ്മെന്റ് വന്നു. ഇവിടെ 5 ഇപ്പം 5 പിപ്പ് മൂവ്മെന്റ് വന്നു. 10 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 3ാമതായിട്ടുള്ള ഒരു നമ്പറും കൂടി ചേഞ്ച് ആവും. അതായത് 10 ഇപ്പാണ് 10 എന്ന് പറഞ്ഞിട്ടുള്ള പിപ്പ് മൂവ്മെന്റ് വന്നിട്ടുള്ളത്. അതേപോലെ ഇപ്പം 20 മൂവ്മെന്റ് വന്ന് പറയാം. അതായത് 20 പിപ്പ് മൂവ്മെന്റ് വന്ന് പറയാം. 20 കണ്ടോ, ഈ 3ാമതായിട്ടുള്ള പ്രൈസും കൂടി ചേഞ്ച് വരും. 4ാമതായിട്ടുള്ളതാണ് പിപ്പ് എന്ന് പറയുന്നത്. ഇത് 10ലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു നമ്പർ ചേഞ്ച് വരും. ഈ നമ്പറല്ല ചേഞ്ച് ആവുക, ഇതിന് മുമ്പുള്ള നമ്പറാണ് ചേഞ്ച് ആവുക. ക്ലിയർ? അപ്പം ഇത്രയാണ് പിപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള വേയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു ടൂളും കൂടിയുണ്ട്. നമുക്ക് മെഷർമെൻറ്റിൻ്റെ ഒരു ടൂളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് 1, 2, 3, 4, 5 5ാമതായിട്ട് വരുന്നതിൽ ലോങ് ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൂൾ കാണുന്നുണ്ടല്ലോ. ഇതിലിപ്പോൾ എക്സാമ്പിൾ ഒരു ലോങ്ങിൻ്റെ എടുത്തെടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കലാണെന്ന് വിചാരിക്കാം. ഈ കറണ്ട് പ്രൈസ് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ലോ വെക്കുന്നു. ടാർഗറ്റായിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് വെക്കുന്നു. ഓക്കെ, ഇപ്പം ഈ മെഷർമെൻറ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, ഒരു ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ പിപ്പ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രൈസിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് പിപ്പ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഈ ലോങ് ഷോർട്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള വേയിൽ നമുക്ക് എങ്ങനെ പിപ്പ് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമുക്ക് എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ആ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. ടാർഗറ്റ് എവിടെയാണോ അത് പ്ലേസ് ചെയ്യുക. ലോങ് എടുത്തിട്ട് ലോങ് എന്ന് വെച്ചാൽ അപ്പ് സൈഡിലേക്ക്, ഷോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ലോങ് എന്ന് വെച്ചാൽ അപ്പ് സൈഡിലേക്ക്, ഷോർട്ട് എന്ന് വെച്ചാൽ ഡൗൺ സൈഡിലേക്കാണ്. ക്ലിയർ? ഇപ്പം നമ്മൾ ലോങ് ആണ് എടുത്തിട്ടുള്ളത്, അപ്പ് സൈഡിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതിൽ 0.00162 ഇത്ര പെർസെൻറ്റേജ് 16.2. അതേപോലെ മുകളിൽ ടാർഗറ്റിൻ്റെ അവിടെ 0.00262 ഒരു പെർസെൻറ്റേജ് 26.2. ഇതിൽ ഈ 16.2 ഈ പെർസെൻറ്റേജിന് ശേഷം കാണിക്കുന്ന 16.2 പിപ്പ് എന്ന് പറയുന്നത്. ഈ മോഡിൽ ടാർഗറ്റിൻ്റെ അവിടെ 26.2 ഈ മോളിൽ കാണിക്കുന്നതാണ് പിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് പിപ്പ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് പിപ്പ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് ലോട്ടാണ്. എങ്ങനെ ലോട്ട് സൈസ് മനസ്സിലാക്കാൻ നോക്കാം. ലോട്ട് സൈസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 സെക്കൻഡ്. ഓക്കെ, 1 സെക്കൻഡ്. എവിടെ പോയി? നമുക്ക് ലോട്ട് സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോറക്സ് ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ലോട്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ്, നമുക്ക് 4 ലോട്ടാണ് വരുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ്, ഒന്ന് മിനി, മൈക്രോ, നാനോ, ഇങ്ങനെ 4 എണ്ണം വരുന്നത്. ഇതിൽ സ്റ്റാൻഡേർഡിൽ 1,00,000 യൂണിറ്റ് ഉണ്ടാവും. മിനിയിൽ വരുന്നത് 10,000 ആണ്, 10,000 യൂണിറ്റ്സ് ആണ് വരിക. മൈക്രോയിൽ വരുന്നത് 1000 ആണ്, നാനോയിൽ വരുന്നത് 100 ആണ്. ഓക്കെ,
ഈ സ്റ്റാൻഡേർഡ് 1,00,000 എന്ന് പറയുന്നത് ലോട്ട് സൈസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ബൈ ആൻഡ് സെല്ല് ചെയ്യുന്ന സമയത്ത് ലോട്ട് സൈസ് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഇത് വരും, ഏരിയ വരും. അവിടെ 1 എന്നാണ് കൊടുക്കേണ്ടി വരും. സ്റ്റാൻഡേർഡിൻ്റെ അവിടെ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. മിനീൻ്റെ 0.1 എന്ന് കൊടുക്കും. മൈക്രോൻ്റെ 0.01 കൊടുക്കും. നമുക്ക് ചാർട്ടിലേക്ക് പോകാം, ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. പിപ്പ്, അതായത് ഒരു പിപ്പ് 1 പിപ്പ് മൂവ് വന്നാൽ നമ്മൾ സ്റ്റാൻഡേർഡ് എടുക്കലാണെന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡ് അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും നമ്മൾ ലോട്ടായിട്ട് ചൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇങ്ങനെ നമ്മൾ 1 എടുക്കലാണെന്നുണ്ടെങ്കിൽ ഒരു പിപ്പ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് $10 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അതായത് ഒരു പിപ്പ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ലോട്ട് എടുത്തിട്ട് $10 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ? ഇനി നെക്സ്റ്റ് സെയിം 1 പിപ്പ് മൂവ് നമ്മൾ അടുത്ത ഏതാ നമുക്ക് വരുന്നത് നോക്കാം. അടുത്ത വരുന്ന ഏതാ? മിനിയാണ് വരുന്നത്. മിനിയിൽ 10,000 യൂണിറ്റ്സ് ആണ് വരുന്നത്. മിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് സൈസിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് 0.1 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, 0.1 കൊടുത്താൽ ഒരു പിപ്പ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് $1 ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. മേജറായിട്ട് വരുന്ന പിപ്പ് ലോട്ട് വരുന്ന വെച്ചാൽ 1 ലോട്ടാണ്. 1 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് $10 പ്രോഫിറ്റ് കിട്ടും. അതിൻ്റെ താഴെ വരുന്നതാണ് മിനി എന്ന് പറഞ്ഞത്. അത് എടുത്തു കഴിഞ്ഞാൽ 0.1 ആണ് നമ്മൾ ലോട്ടിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. $1 ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക ഒരു പിപ്പ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത്. ഇനി അടുത്ത് വരുന്നത് സെയിം 1 പിപ്പ് മൂവ് വന്നു വിചാരിക്കാം. ഇനി അടുത്ത് ഏതാ വരുന്നത് നമുക്ക്? ഇനി മൈക്രോ വരുന്നത്. മൈക്രോ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ടൈപ്പ് ചെയ്യുന്നുണ്ടാവുക? 0.01 ആയിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? നമുക്ക് ഇവിടെ വരുന്നത് 10 സെൻറ്റ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. 10 സെൻറ്റ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ലോട്ട് എടുത്തിട്ട് ഒരു പിപ്പ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് $10 ആണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് 0.1 ഒരു പിപ്പ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ $1 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. 0.01 ഒരു പിപ്പ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 10 സെൻറ്റ് ആണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഏറ്റവും വലിയ ലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോട്ടാണ് വരിക. ഓക്കെ, ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 2, 3, 4, 5 അങ്ങനെ ആയിട്ട് എടുക്കാം. നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് നോക്കാം. എങ്ങനെ നമുക്ക് റിസ്ക് റിവാർഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടുന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പ് സൈഡിലേക്ക്. അതേപോലെ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. ലോങ് ആണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഈ പിപ്സ് വരാം. പിപ്സിലേക്ക് നോക്കുന്ന സമയത്ത് പിപ്സ് നമുക്ക് 15 പോയിന്റ് എത്ര റിസ്ക് എത്രയാണ് വരുന്നത്? 15.8 ആണ് നമ്മുടെ പിപ്പ് വരുന്നത്. എത്രയാണ് പിപ്പ് വരുന്നത്? 15.8 ആണ്. നമ്മുടെ ക്യാപിറ്റൽ വെച്ച് കഴിഞ്ഞാൽ ഒരു $10,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം. നമ്മൾ ഇതിൻ്റെ ഒരു എത്ര പെർസെൻറ്റേജ്? ഒരു 1% ആണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര 1% വെച്ചാൽ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 10,000ൻ്റെ 1% $100 ആയിരിക്കും. $100 ആണ് നമ്മൾ റിസ്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് മനസ്സിലായി എത്ര $100 ആണ് ഒരു ട്രേഡിന് റിസ്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ 15.8 പിപ്പിൽ നമുക്ക് $100 എങ്ങനെ ലോഡ് സൈസിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള എങ്ങനെ മനസ്സിലാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു സൈറ്റ് ഉണ്ട്. നമുക്ക് സൈറ്റിലേക്ക് പോകാം. ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബേബി പിപ്പ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ഫസ്റ്റ് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണിക്കും. ഇവിടെ വരിക. ഇവിടെ എഴുതിക്കാനുണ്ട് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ദാറ്റ് ട്രേഡേഴ്സ്
ബാഗ് ഈസ് എ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പർ പൊസിഷൻ സൈസിങ്. ക്ലിയർ. നമുക്ക് അക്കൗണ്ട് കറൻസി ഏത് വരുന്നത്? $US വരുന്നത്. അക്കൗണ്ട് ബാലൻസ് എത്രയാണ്? നമ്മൾ $10,000. റിസ്ക് എത്ര വരുന്നത്? 1%. ക്ലിയർ. സ്റ്റോപ്പ് ലോസോ? സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ പിപ്സ്. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് പിപ്സിലാണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എത്ര സ്റ്റോപ്പ് ലോസ് വരുന്നത്. 15.8 നമുക്ക് പിപ്പ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് പിപ്പ്. അപ്പോൾ അങ്ങനെയുള്ള പിപ്പ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 15.8 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. കറൻസി പെയർ ആയിരിക്കും. നമ്മൾ EUR/USD കറൻസി പെയറാണ്. ഇതാ ഇവിടെ കണ്ടോ, EUR/USD കറൻസി പെയറാണ് എടുത്തിട്ടുള്ളത്. അതിവിടെ സെറ്റാക്കി കൊടുക്കുക. ഓൾറെഡി EUR/USD വന്നിട്ടുള്ളത് കാൽക്കുലേറ്റ് കൊടുക്കുക. കണ്ടോ, ഇവിടെ അപ്പോൾ എമൗണ്ട് ആയിട്ട് റിസ്ക് $100 നമ്മൾ റിസ്ക് ചെയ്യുന്നത്. നമുക്ക് എത്ര ലോട്ട് എടുക്കണം? സ്റ്റാൻഡേർഡ് ലോട്ട് 0.6329 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. ക്ലിയർ. മിനി ലോട്ട് വരുന്നുണ്ട്, മൈക്രോ ലോട്ട് വരുന്നുണ്ട്. നമ്മൾ എത്ര സ്റ്റാൻഡേർഡ് ലോട്ടിൽ എടുക്കണത്? 0.6. ഇതാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കാൻ പോകേണ്ടത്. ഇവിടെ നമ്മുടെ മെറ്റാ ട്രേഡറും അതേപോലെ തന്നെ ഏത് പ്രോഫോം ആണെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ സി ട്രേഡർ ആയിക്കോട്ടെ, മാച്ച് ട്രേഡർ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലോട്ട് സൈസ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ലോട്ട് സൈസ് 0.63 ആണ്. അതായത് ഈ രണ്ടക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. 0.63 ഇതാണ് നമ്മുടെ ലോട്ട് സൈസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഏതാണോ ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ നമുക്ക് ലോട്ട് സൈസും കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ ട്രേഡ് എടുക്കലാണ്. ട്രേഡ് എടുത്ത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് വിചാരിക്കാം. അങ്ങനെയാണ് ഇതിന് നമുക്ക് മാക്സിമം നമുക്ക് ലോസ് വരാൻ പോകുന്ന $100 മാത്രമേ ലോസ് വരുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ടിപ്പും അതേപോലെ ലോട്ട് സൈസിൻ്റെയും കാര്യം കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുമ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചെറിയൊരു ഐഡിയ കാര്യങ്ങൾ കിട്ടി. നമുക്ക് ചെയ്ത് സമയത്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ആവുള്ളൂ, മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി എന്താണ് സ്പ്രെഡ്, ഒരു പെൻഡിങ് ആയിട്ട് കാര്യമുണ്ട്. സ്പ്രെഡ് എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പം ബൈ ആൻഡ് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ എടുക്കുന്നത് ട്രേഡിന് ശേഷമായിരിക്കും നമുക്ക് കമ്മീഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കമ്മീഷൻ ഫസ്റ്റ് തന്നെ പിടിക്കും. അതായത് നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു പെർസെൻറ്റേജ് എമൗണ്ട് അവരെ ബ്രോക്കറേജ് ആയിട്ട് എടുക്കും. ഇതിനാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈ എടുക്കുന്ന സമയത്ത് ഒരു ബൈ പ്രൈസും ഒരു ആസ്ക് പ്രൈസും ഉണ്ടാവും. ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് എന്ന് പറയും. ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് ചെയ്ത ഒരു XNSൻ്റെ അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടാകും 0.2 ആണ് അവിടെ എന്താ പറയുന്നത് സ്പ്രെഡായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് 0.2 സ്പ്രെഡ് അവർ പിടിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആകുന്നുണ്ടാകുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബൈ ഇടുന്ന സമയത്ത് മാർക്കറ്റ് ഓർഡറിൽ ബൈ ഇട്ട് കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ കമ്മീഷൻ പിടിച്ചു, അതിന് ശേഷമുള്ളതായിരിക്കും ഓർഡർ താഴോട്ട് ഇടുന്നുണ്ടാവുക. ക്ലിയർ. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയാലും ടാർഗറ്റ് ആയാലും പ്ലേസ് ചെയ്യേണ്ടതും അങ്ങനെയുള്ള ലെവൽസും കാര്യങ്ങളും നോക്കിയിട്ടാണ്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സ്പ്രെഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ബേസിക് ആയിട്ട് സ്പ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമ്മീഷനാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.